ഹായ് വെൽക്കം ബാക്ക് ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ചപ്പാത്തി വേവിക്കാനും പരത്താനൊക്കെ ഞാൻ കൂടാറുണ്ട്. പക്ഷേ ഇന്ന് അതിലേക്കൊന്നും ഇങ്ങനെ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. കാരണം ഇന്ന് എണീക്കാൻ അത്യാവശ്യം ലേറ്റായി. വയ്യായിട്ടൊന്നല്ല, ഒരു മടി. രാവിലെ എണീക്കാൻ ഭയങ്കര ഒരു വിഷമമൊക്കെ. അപ്പം ഞാൻ അങ്ങനെ അങ്ങ് കിടന്ന് ഫോണൊക്കെ നോക്കി കുറച്ച് ക്ലിപ്പുകളൊക്കെ ക്യാമറയിൽ നിന്ന് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും അമ്മ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലുള്ള ഇതൊക്കെ പറ്റുള്ളൂ അല്ലേ. ഞാൻ പക്ഷേ പൊതുവെ അവിടെയാണെങ്കിലും ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും രാവിലെ നേരത്തെ എണീക്കും കേട്ടോ. എല്ലാ പണികളൊക്കെ ചെയ്യും. ഞാൻ അങ്ങനെ മടി പിടിക്കുന്ന ആളല്ല. പക്ഷേ ഇപ്പോൾ പ്രഗ്നൻസി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ചെറിയ ക്ഷീണം കാര്യങ്ങളും അങ്ങനെയൊക്കെ തുടങ്ങാനൊക്കെ ആയല്ലോ. പിന്നെ എക്സസൈസുകളും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. കാരണം നടക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥ. ജിമ്പി ചേച്ചി വീട്ടിലില്ല കേട്ടോ. ജിമ്പി ചേച്ചി ഇന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അവിടെ ആളുടെ മോൻ്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് സ്കൂളിൽ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം പോയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പം വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്തിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഭയങ്കര സൈലൻ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ജിമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും പിന്നാലെ ജിമ്മിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കലൊക്കെയാണ് പണികളൊക്കെ. പിന്നെ രണ്ടുപേർക്കും പനിയൊക്കെ ആയതുകൊണ്ട് നല്ല സൈലൻ്റ് ആയിരുന്നു കേട്ടോ. രണ്ടുപേരും ഒരു ദിവസം ഫുള്ള് വയ്യാതെ കിടക്കുമായിരുന്നു. കളിയില്ല, ചിരിയില്ല, അങ്ങനെ ഇരിക്കും, ഉറങ്ങും, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു 1-2 ദിവസമൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കിന്ന് ചപ്പാത്തിയും ചെറുപയർ കറിയായിരുന്നു കേട്ടോ. അപ്പം രണ്ടുപേർക്കും കറികളൊക്കെ കൂട്ടി കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇരുന്നത്. പക്ഷേ രണ്ടാൾക്കൊന്ന് വാരി കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ ഒരാളെ പ്ലേറ്റിൽ നിന്ന് ഒരാൾക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്ക് കൂടും. അപ്പം ഞാൻ ഓരോരുത്തരുടെ പ്ലേറ്റിൽ നിന്ന് അവനവന് തന്നെ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ കാണുന്ന ഇരുത്തവും കഴിക്കലും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ 2-3 വാ മാത്രമേ അവർ കഴിച്ചുള്ളൂ. പിന്നെ ഒന്നും കഴിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് വാമി അങ്ങനെ പോയി. അപ്പൂസൻ പിന്നെയും കുറച്ച് നേരം ഇരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അപ്പൂസൻ ചപ്പാത്തിയും പാലും പഞ്ചസാരയും കൂട്ടി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ പിന്നെ ആളങ്ങനെ കുറച്ച് കഴിച്ചു. പക്ഷെ വാമി ബ്രേക്ക്ഫാസ്റ്റൊന്നും ഒന്നും കഴിച്ചില്ല കേട്ടോ, കാര്യമായിട്ടൊന്നും. ഈ രാവിലെ എണീക്കാൻ വൈകിയത് തന്നെ ബാക്കിൽ വേറെ റീസൺ ഉണ്ട് കേട്ടോ. ഈ 2 ദിവസമായിട്ട് പനിയാന്ന് പറഞ്ഞല്ലോ. ഈ 2 ദിവസം ഒരു രാത്രി കരച്ചിൽ, ബഹളം, ഭക്ഷണം കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ രാത്രി ഉറക്കം ശരിയാവില്ലല്ലോ. അപ്പോൾ ഭയങ്കര കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ 2 ദിവസം എനിക്ക് പക്ഷേ അത്ര ബുദ്ധിമുട്ടില്ല. കാരണം മക്കളൊക്കെ അമ്മയുടെ കൂടെ കിടക്കുക. എൻ്റെ കൂടെ ഒന്നും ആരും കിടക്കാനില്ല. പിന്നെ എനിക്കും ഈ സമയത്ത് മക്കളൊന്നും ഇല്ലാതിരിക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം അടുത്തടുത്താണ് കിടക്കുന്നത്, അപ്പുറം ഇപ്പുറം ബെഡാണ് കിടക്കുന്നത്. പക്ഷെ അമ്മയുടെ കൂടെയാണ് എല്ലാവരും കിടക്കുക കേട്ടോ. അപ്പം അമ്മയും ടയേർഡായി, എല്ലാവരും ടയേർഡായിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഉറക്കം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം തീർന്നല്ലോ. ഈ അപ്പൂസിൻ്റെ ഫുഡ് കഴിക്കൽ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക്. കാരണം ആൾ ഒറ്റയ്ക്ക് തന്നെ നന്നായിട്ട് വാരി കഴിച്ചോളും. ചില സമയത്ത് നമ്മൾ വാരി കൊടുക്കണമെന്നേ ഉള്ളൂ. ജിംബു പൊതുവേ കുഞ്ഞായിരിക്കുമ്പോൾ നേരെ തിരിച്ചായിരുന്നു. ജിമ്മനെല്ലാം വാരി കൊടുക്കണമായിരുന്നു. വാരി കൊടുത്താലും കുറേ നേരം വായിൽ വയ്ക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ അപ്പോൾ നേരെ ഓപ്പോസിറ്റ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു അപ്പോൾ വന്നപ്പം. കാരണം വാരി കൊടുക്കണ്ടല്ലോ. പിന്നെ ജിംബൊക്കെ അത്യാവശ്യം കഴിക്കാൻ തുടങ്ങിയെങ്കിലും ചില സമയത്തൊക്കെ നമ്മൾ വാരി കൊടുത്താലും ആളും കഴിക്കുമല്ലോ കേട്ടോ. പിന്നെ ഞാൻ തലയൊക്കെ നനച്ചു. ഞാനങ്ങനെ എല്ലാ ദിവസവും തല നനയ്ക്കുന്ന ആളല്ല കേട്ടോ. പണ്ടൊക്കെ ഞാൻ എന്നും തല നനയ്ക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒരു 3 ദിവസം കൂടുമ്പോഴേ തല നനയ്ക്കുള്ളൂ. അത് തലയിൽ താളി, എണ്ണയും താളിയൊക്കെ ഇടുന്ന ദിവസമായിരിക്കും അന്ന്. 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഞാൻ താളിയും എണ്ണയൊക്കെ ഇടും. അപ്പോൾ ഇന്ന് താളിയൊക്കെ ഇട്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നേരം വൈകുന്നേരം നീരൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ കുളിക്കണം എന്ന് വൈദ്യരൊക്കെ പറയാറുണ്ട്. 9 മണിയുടെ മുന്നിൽ തന്നെ കുളിക്കണം എന്നൊക്കെ. അപ്പോൾ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ വേഗം പോയിട്ട് കുളിച്ചു കേട്ടോ. ഈ സീൻ കണ്ടോ? ഇതിപ്പോൾ 2-3 ദിവസമായിട്ടുള്ള ഡെയിലി പരിപാടികളാണ്. 2-3. പക്ഷേ ഇവർക്ക് മരുന്ന് കൊടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. കാരണം 2 പേരുള്ളത് കൊണ്ടാണ്. ഒരാളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 പേരുള്ളത് കൊണ്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ കഴിക്കില്ലെങ്കിൽ മറ്റേ ആൾ വരുന്നുണ്ട് വേഗം കഴിച്ചോ എന്ന് പറയുമ്പോൾ ആൾ വേഗം കഴിച്ചോളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഇന്ന് പിന്നെ പൊതുവെ ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ പണികൾ ചെയ്യാതിരുന്നാൽ ഭയങ്കര ലേസി ആവുമെന്ന് ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അതുപോലെ തന്നെ ആയിട്ടോ. ഇന്ന് ഭയങ്കര മൂഡ് ഔട്ടായിട്ടുള്ള ഡേ ആയിപ്പോയി. പിന്നെ ജിമ്പുമില്ലാത്തതുകൊണ്ട് മക്കളൊക്കെ ഭയങ്കര സൈലൻ്റാണ്. ആ ഊഞ്ഞാലുണ്ടല്ലോ, ആ ഊഞ്ഞാലൊരു തൊട്ടിലുണ്ട്, അത് സാരിയുള്ളൊരു തൊട്ടിൽ. ജിമ്പിന് ഏത് നേരവും അതിലായിരിക്കും. ഇന്നിപ്പോൾ എല്ലാവരും ജിമ്പുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കയറാൻ തല്ലായിരിക്കും. ഇന്നിപ്പോൾ ഒരാളും അതുമ്മേലെ കയറാനും ഇല്ല, തല്ലുകൂടാനും ഒന്നുമില്ല.
അപ്പം ഭയങ്കര സൈലൻ്റാണ് ആക്ച്വലി ഇന്ന് അവിടെ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് റെസ്റ്റ് എടുക്കാം കുറച്ച് നേരം, ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആവുമല്ലോ, അതാകുമ്പോൾ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്ക് ചൂടോടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അമ്മയും കുറച്ച് നേരം കിടന്നു, ഞാനും കുറച്ച് നേരം സോഫയിൽ റെസ്റ്റ് ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഒരു കപ്പ് ഓഫ് ബൂസ്റ്റ് കുടിച്ചു. പിന്നെ സവോളരിയൽ, വെളുത്തുള്ളി ഉണ്ടാക്കൽ, ഇഞ്ചി ഉണ്ടാക്കൽ, അങ്ങനെ നല്ല തിരക്കായി. അപ്പോഴേക്ക് ജിമ്പനൊക്കെ വരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിമ്പ വരുമ്പോഴേക്ക് 12:30 അങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു സമയം. ലഞ്ചിന് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഫുഡ് ഉണ്ടാക്കണം. ഞങ്ങളൊക്കെ പിന്നെ ഓരോന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ചേച്ചിയുടെ വീട് മഞ്ചേരിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെ ഇനിയിപ്പോൾ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ വരുമ്പോഴേക്ക് വേഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കുറേ നേരം ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇരിക്കാനൊന്നും കൂടുതൽ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേര് സജസ്റ്റ് ചെയ്തിരുന്നു പില്ലോ വെച്ചിട്ട് ഇരിക്കാനായിട്ട്. അപ്പം ഞാനിപ്പം ചെയറിൽ അടിയിലൊരു പില്ലോ വെച്ചിട്ട് അതിന്മേലാണ് ഇരിക്കാറ് കേട്ടോ. പിന്നെ അതുപോലെ ബാക്കിലൊരു പില്ലോ കൂടെ വെക്കുവാണെങ്കിൽ സപ്പോർട്ടിങ് ആയിരിക്കും. പക്ഷേ ഞാനങ്ങനെ ബാക്കായിട്ട് അങ്ങനെ ഇരിക്കാറില്ല, ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കാറുള്ളത്. അങ്ങനെ സവോളയൊക്കെ അരിഞ്ഞ് ചിക്കൻ്റെ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് അപ്പോഴേക്കും അമ്മ ചിക്കൻ മീൻസ് നെയ്ച്ചോറ് ഒക്കെ ഉണ്ട്. പിന്നെ ജിമ്പനൊക്കെ ബസ് ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ കയറി പോന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം തന്നെ കഞ്ഞിയൊക്കെ റെഡിയാക്കിയിട്ടോ മക്കൾക്ക്. കാരണം അവൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ്, എന്തെങ്കിലും മിഠായികൾ എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ വേഗം തന്നെ വാമിക്കും അപ്പനൊക്കെ കഞ്ഞി കൊടുത്തു. അപ്പു കഞ്ഞി വലിയ കാര്യത്തിൽ കഴിക്കാറില്ല കേട്ടോ. വാമി പിന്നെ വേഗം ക്ലാസ്സിൽ കൈയിട്ട് കഴിക്കുക. അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ വേഗം ആൾ നൈസായിട്ട് കഞ്ഞി കുടിച്ചു കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ വിരുന്നുകാരി എത്തിയിട്ടുണ്ട്. ജിമ്പുക്കുട്ടൻ എത്തി. അപ്പോൾ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പം മക്കൾ രണ്ടുപേരും എക്സൈറ്റഡോട് കൂടെ നോക്കുകയാണ് കേട്ടോ. കാരണം പുതിയ പുതിയ മിഠായികൾ എന്തൊക്കെയൊക്കെ ആൾ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പൂസൻ വേറെ ആളെ നോക്കണത് ചേച്ചിയുടെ മോൻ വന്നിട്ടുണ്ട് ആദി. അപ്പോൾ അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചേട്ടന്മാരെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്മാരെ. അപ്പം അവനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്തിയിട്ടും പാടിയിട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ. പക്ഷേ ഭാഗ്യത്തിന് ജിമ്പൻ്റെ ബോട്ടിൽ വണ്ടിയിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടൻ കൊണ്ടുവരാൻ വരികയാണ്. അപ്പോൾ അങ്ങനെ നൈസായിട്ട് അപ്പു കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആദീനോട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഫുള്ള് കളി മേളായിരിക്കും. കാരണം ആദിയും ജിമ്പനും ഒരേ ലെവലാണ്. അപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാളും ഭയങ്കര കളിയാവും. അപ്പവും വാമിയും ഒരു സെയിം ഏജാണ്, ആദ്യം ജിമ്പും സെയിം, അങ്ങനെയാണ്. ഏകദേശം കുറച്ച് മന്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അവർ ജിമ്പു ആദ്യം തമ്മിൽ. പക്ഷെ കളികളൊക്കെ സെയിം കളികളാണ് അവരുടെ. അപ്പോൾ ഇന്ന് കളി മേളായിരിക്കും നമ്മളെ വീട്ടിൽ നിന്ന്. ആദ്യക്കൂട്ടൻ അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് കഴിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. നേരെ ഇങ്ങോട്ടാണ് വന്നത്. കണ്ടില്ലേ, ഉപ്പുചാക്കൊക്കെ കയറ്റിയിട്ട് രണ്ടാളും കൂടെ എടുത്ത് നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. വാമി കുറച്ചൊക്കെ ഇച്ചിരി വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് വാമീനെ എടുക്കാനായിട്ട് ജിമ്മിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷേ എടുക്കാറൊക്കെ ഉണ്ട് എപ്പോഴും. പക്ഷേ ആദ്യക്കൂട്ടം കുറച്ചും കൂടെ നീളമുള്ളത് കൊണ്ട് ആൾക്ക് ഇപ്പോൾ കറക്റ്റാണ് വാമീനെ എടുക്കാനായിട്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും. അങ്ങനെ അവരെ കളിയുടെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ വേഗം റെഡിയാക്കി, പെട്ടെന്ന് റെഡിയാക്കി കേട്ടോ. അപ്പോഴേക്ക് സമയം 1:30 ആയിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് കഴിക്കാൻ കുറച്ച് ലേറ്റായി. പക്ഷേ കളിയുടെ തിരക്ക് കൊണ്ട് അവരതൊന്നും അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ നെയ്ച്ചോറ്, ചിക്കൻ കറി, വേഗം ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി, ഒരു സാലഡ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് എല്ലാവരും. ജിമ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെയ്ച്ചോറും ചിക്കനും. ചിക്കൻ കഴിക്കില്ല, ചിക്കൻ്റെ ഗ്രേവി മാത്രമാണ് ആൾ കഴിക്കുള്ളൂ. ബാക്കി എല്ലാവരും അത്യാവശ്യം ഒക്കെ ചിക്കനൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. ജിമ്പൻ മാത്രമാണ് ചിക്കൻ കഴിക്കാത്ത ആൾ. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗീ റൈസും ചിക്കൻ കറിയും.
അപ്പം ഞാൻ കുറച്ചധികം കഴിച്ചു. കുറേ നാളായി അങ്ങനെ റൈസൊക്കെ കുറേ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് അമ്മ പറഞ്ഞ് കഴിച്ചോ 9 ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ എനിക്കിന്ന് നല്ല ഭക്ഷണം കഴിച്ചതുകൊണ്ട് പെട്ടെന്ന് നല്ല ഉറക്കമൊക്കെ വന്നു. അപ്പോൾ ഞാൻ ക്ഷീണിച്ച് കുറച്ച് നേരം കിടക്കാം എന്നൊക്കെ വിചാരിച്ച് കിടക്കാമെന്നാണ് കേട്ടോ. അങ്ങനെ നൈസായിട്ട് കുറച്ച് അധികം നേരം കിടന്നുറങ്ങി കേട്ടോ. മക്കളും കിടന്നുറങ്ങി. വാമിയും അപ്പവും പനിയുടെ മരുന്നൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണമായിരിക്കാം അവരും കിടന്നുറങ്ങി കേട്ടോ. ജിംബൻ മാത്രമാണ് ഉച്ചയ്ക്ക് കിടന്നുറങ്ങാത്ത ആൾ രാവിലെ എണീറ്റ് പിന്നെ പാതിരാത്രി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോഴാണ് ആൾ കിടന്നുറങ്ങുള്ളൂ. അങ്ങനെ ഉറക്കത്തിനിടയിലാണ് ആലോചിച്ചത്, അയ്യോ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ. പിള്ളേർ അങ്ങനെ കുറേ നേരം കിടന്നുറങ്ങുന്ന ദിവസമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ വേഗം നൈസായിട്ട് വേഗം പതിയെ എസ്കേപ്പ് അടിച്ച് റൂമിൽ നിന്ന് എന്നിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ വിൻചേട്ടനൊരു പുതിയ ട്രൈപോഡ് വീട്ടിൽ പഴയതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി. എനിക്കൊന്നും ഐഡിയ കിട്ടിയില്ല. അങ്ങനെ വിൻചേട്ടനെ വിളിച്ച് ചോദിച്ച് ഫോണൊക്കെ ഷോർട്സ് ആയതുകൊണ്ട് ഫോൺ വേർട്ടിക്കലിൽ എടുക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ അതിൻ്റെ മെക്കാനിക്സൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റിംഗ് ഒക്കെ നോക്കി. അപ്പോൾ ലൈറ്റിംഗ് വീടിനുള്ളിൽ ഒട്ടുമില്ല, കാരണം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് മേലെ പോയിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് അപ്പുക്കുട്ടൻ്റെ എണീക്കൽ. പിന്നെ വേറെ രക്ഷയില്ലല്ലോ, അമ്മയാണെങ്കിൽ കുഞ്ഞു ബേബിയുടെ അടുത്തുവാണ്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എടുത്ത് കുറച്ച് നേരം നടന്നു. അപ്പം ഉറക്കം ഫുള്ളായിട്ട് പോയിട്ടില്ല, പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഉറങ്ങും എന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ആൾ പിന്നെ ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ ആൾക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ രാവിലത്തെ ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി കൊടുത്ത് പിന്നെ ചിക്കൻ കറിയും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഒരു ചപ്പാത്തിയുടെ അടുത്ത് ഏകദേശമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തൊരാൾ കിടക്കുന്നുണ്ട്, വാമിക്കുട്ടൻ. ആൾ സ്റ്റിൽ ഉറക്കുക. ആൾ ഉറക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. എടുത്തിട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് ഉറങ്ങില്ല. എന്തെങ്കിലും TV ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കും. എന്നിട്ട് പിന്നെ അങ്ങനെ കിടന്നങ്ങ് ഇരുന്ന് ആടി കിടന്നുറങ്ങും. അപ്പോൾ നൈസായിട്ട് അവിടെ ഒരു തലയണയൊക്കെ വെച്ച് കൊടുത്ത് ഉറക്കും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ എടുത്തങ്ങ് റൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല അലറും കരച്ചിലൊക്കെ ആവും. അപ്പോൾ ഇന്നിപ്പോൾ നൈസായിട്ട് അവിടെ തന്നെ ഒരു പില്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തിയപ്പോഴേക്കത് ചിഞ്ചു ചാമ്പയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൂന്. അപ്പോൾ അപ്പൂ പ്രഗ്നൻസി പില്ലോ അല്ല, ഫീഡിങ് പില്ലോലമല്ല ഇരിക്കുന്നത് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോഴേക്കതേ വാമിക്കുട്ടിന് എണീറ്റ് നല്ല വാശിയാണ്. അങ്ങനെ ഞാൻ നൈസായിട്ട് കുട്ടികളൊക്കെ പറ്റിച്ച് മേലേക്ക് പോയി എക്സസൈസുകളൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എക്സസൈസുകൾ ചെയ്യുന്നത് ഞാനൊരു 3-4 എക്സസൈസുകളാണ് കണ്ടിന്യൂസ്ലി ചെയ്തത്. ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വേഗം ചെയ്തു. എൻ്റെ ഊപ്പാടൊക്കെ തീർന്നു കേട്ടോ. പക്ഷെ കൂടുതൽ കൗണ്ടൊക്കെ ചെയ്യണം ഞാൻ. പക്ഷെ അങ്ങനെ കുറേ കൗണ്ടൊന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാലിൽ നല്ല നീരായി ഇപ്പോൾ എനിക്ക് കേട്ടോ. ഇപ്പോൾ ദൈനംദിനം കഴിച്ചു കഴിഞ്ഞാലും ഒരു ഭേദമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ ബ്രീത്തിങ്ങിൻ്റെ എക്സസൈസ് കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ ഇതുവരെ നിന്നിട്ടില്ല ഞാൻ. പക്ഷെ അതൊക്കെ ഇനി ചെയ്യണം, കാരണം 9 മന്ത്സ് സ്റ്റാർട്ട് ചെയ്തല്ലോ ഇന്ന് തൊട്ട്. ഇനിയിപ്പം എത്ര ദിവസം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഓരോ എക്സസൈസുകളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ മേലെ പോയിട്ട് ചെയ്യുമ്പം ഭയങ്കര വേറൊരു ലെവൽ ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കാരണം നല്ല ഭംഗി. വേനൽക്കാലം ആയതുകൊണ്ട് ഇലകളൊക്കെ ഫുള്ള് പോയിട്ട് ഒത്തിരി വൈഡായിട്ടുള്ള സ്ഥലം കാണും കേട്ടോ. മറ്റേത് എല്ലായിടത്തും ഫുള്ള് ഇലകളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാണില്ലായിരുന്നു. ഇത് പക്ഷേ ഭയങ്കര വൈഡായിട്ടുള്ളൊരു ലൊക്കേഷൻ പോലെ എനിക്ക് തോന്നി കേട്ടോ. ഞാനിപ്പോൾ കുറേ നാളെ ഇങ്ങനെ മേലേക്കൊക്കെ കയറി പോയിട്ട്. പക്ഷെ മേലേക്ക് കയറുന്നത് ഭയങ്കര ടാസ്ക്കാണ്, കാരണം ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികൾ നിറയെ പടർന്ന് കയറിയിട്ടുണ്ട് അവിടെ. അപ്പം സ്റ്റെപ്പ് കയറിയിട്ട് പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നൂഴുന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വേണം പോകാനായിട്ട്. അപ്പോൾ ഇനി ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ടെറസിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനിയിപ്പോൾ എനിക്ക് 9 മന്ത്സിലെ സ്കാനിങ് ഈ മാർച്ച് 12-നാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ടൈം പോയ സമയത്ത് ഡോക്ടർ ചെക്ക് ചെയ്തപ്പം ഇടുപ്പിലൊന്നും അങ്ങനെ ഒട്ടും അകന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ അകലാനൊക്കെ സമയമായിട്ടുണ്ട്, പക്ഷെ ഒട്ടും അകന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ മുറ്റടിക്ക് അങ്ങനത്തെ പണികളൊക്കെ ഒരു 9 മന്ത്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എല്ലാ പ്രാവശ്യവും പെട്ടെന്ന് തന്നെ പെയിനും കാര്യങ്ങളൊക്കെ വരാറുണ്ട് എനിക്ക്. പക്ഷേ ഇപ്രാവശ്യം പോയ സമയത്ത് മുറ്റം അടിക്കേണ്ട കാര്യങ്ങൾ അതൊന്നും വലിയ പ്രോത്സാഹിപ്പിച്ചില്ല കേട്ടോ ഡോക്ടർ. അതൊക്കെ കാലിനുള്ളത് എക്സസൈസുകൾ മാത്രമേ ഉള്ളൂ. ഇടുപ്പെല്ലാം അകലാനുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിനുള്ള എക്സസൈസുകൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ വീട്ടിലെ പണികളൊക്കെ നോർമലി ചെയ്യുന്ന പണികൾ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം. പക്ഷേ എനിക്ക് ഈ പ്രഗ്നൻസിയിൽ ഭയങ്കര ടെൻഷൻ കേട്ടോ. കാരണം 2 നോർമലായിരുന്നു ഡെലിവറി. പക്ഷേ ഇപ്രാവശ്യം ഒരു സിസേറിയൻ്റെ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ അത്യാവശ്യം ഒരു അരമണിക്കൂറിനടുത്ത് ഞാൻ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ബ്രീത്തിങ്ങിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ പിന്നെ താഴെ വന്നിട്ട് പതിയെ ചെയ്താലും മതിലെന്ന് വെച്ചിട്ട് പിന്നെ താഴേക്ക് വന്നിട്ട് ചെയ്തേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.